അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഡിസംബർ 8 വിധി നടൻ ദിലീപിന് സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നിർണായകമാണ്. അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ആ കേസ് ഏതാണെന്നല്ലേ? ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റിലായതോടെ ദിലീപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ 7 വർഷത്തിനിടെ നടന്റെ ഭൂരിഭാഗം സിനിമകളും തിയേറ്ററിൽ തകർന്നടിഞ്ഞു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ഡിസംബർ 18 പുതിയ ചിത്രത്തിന്റെ മെഗാ റിലീസിന് തയ്യാറെടുക്കുകയാണ് താരം. ദൂരപ്പവും കടലക്കറിയും മേടിച്ചാ നടഞ്ഞ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും സിനിമാ മേഖലയിൽ നടൻ ഒറ്റപ്പെട്ടു. താരസംഘടനയിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ദിലീപ് അഭിനയിച്ച ഭൂരിഭാഗം പടങ്ങളും തിയേറ്ററിൽ പൊളിഞ്ഞു. പലപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടി നടൻ. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ദിലീപ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു അന്വേഷണ സംഘം. സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള സിനിമകളുടെ കാലയളവിലാണ് എല്ലാ പദ്ധതിയും തയ്യാറാക്കിയത്. പിടിച്ചാൽ 3 കോടി നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. രൂപയും ഇല്ലെങ്കിൽ 1.5 കോടി രൂപയും വാഗ്ദാനം ചെയ്താണ് സുനിയെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ. ദിലീപും തമ്മിൽ നിരവധി തവണ കണ്ടതിന്റെയും അടുത്ത് ഇടപഴകിയതിന്റെയും പണമിടപാട് നടത്തിയതിന്റെയും എല്ലാം തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. നീ കയറിയേക്കോ? ഇതെല്ലാം അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ തുടക്കം മുതലേ താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുന്ന ദിലീപ് ഡിസംബർ 8 തന്റെ ജീവിതത്തിലെ നല്ല ദിനമാകുമെന്ന പ്രതീക്ഷയിലാണ്. അമ്മേ, അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. ഡിസംബർ 18 ദിലീപ് ചിത്രം ബബ്ബയുടെ റിലീസ്. കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ചിത്രത്തിന്റെ മെഗാ റിലീസിന് തയ്യാറെടുക്കുകയാണ് താരം. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടി ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ